ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്നർ സെക്ഷൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ചാർട്ട്, ഇറ്റ്സ് ഫണ്ടമെന്റൽ അനാലിസിസ്. നമ്മൾ നോക്കുമ്പോൾ ട്രേഡിംഗിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചാർട്ട് അല്ലെങ്കിൽ ചാർട്ടിൽ കാണുന്ന കോൺസെപ്റ്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമല്ല ട്രേഡ് ചെയ്യാം. ഓരോ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഓവറോൾ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അവസ്ഥനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൂടെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാം. ലിറ്ററലി ഒരു ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് കാര്യങ്ങൾ, അതിന്റെ അപ്ഡേഷൻസ്, അതുപോലെ തന്നെ GDP, ഒരു എന്താ പറയുക ഓവറോൾ നമ്മളെ ഫണ്ടമെന്റൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ടൂളാണ്. ആൻഡ് ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കംപ്രൈസ്ഡ് ആയിട്ട് ഒരു ഷോർട്ട് ഫോമിൽ തരും. സോ നമുക്ക് ഒട്ടും വയ്ക്കണ്ട, നേരെ നമ്മൾ ടൂളിലോട്ട് പോവാം. സോ നിങ്ങളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോറക്സ് ഫാക്ടറി സെർച്ച് ചെയ്യാം. ആൻഡ് ദെൻ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മളെ വെബ്സൈറ്റിലോട്ട് പോകാം. ആൻഡ് വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഇങ്ങനെയല്ല വരിക. നോർമൽ സെറ്റിംഗ്സിലോട്ടാക്കി തരാം. നിങ്ങൾക്ക് ഇവിടെ ഡിഫറെന്റ് ന്യൂസസ് കാണാൻ പറ്റും. ഈ ഒരു ഓറഞ്ച്, യെല്ലോ, റെഡ് എന്നീ ഡിഫറെന്റ് ഇമ്പാക്ട് ന്യൂസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഈ റെഡ് മാത്രം മതി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മീൻസ് നോർമൽ മാർക്കറ്റിന്റെ വോളിയം തരുന്ന ന്യൂസസ് ആണ്, അല്ലെങ്കിൽ ഒരു മീൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ന്യൂസസ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളി ഈ ഒരു ഫിൽറ്ററിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു ഓറഞ്ചും എല്ലും അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ USD, GBP USD, അതുപോലെ തന്നെ നാസ്ഡാക്കിലേക്ക്. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ യൂറോ, GBP USD എന്നീ ഓപ്ഷൻസ് മാത്രം മതി. ദെൻ അപ്ലൈ ഫിൽറ്റർ. ഓക്കെ, അപ്പൊ നിൽക്കണ്ടോ ഇവിടെ വെറും 2 ന്യൂസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫണ്ടമെന്റൽ അനാലിസിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ഫോറക്സ് ഫാക്ടർ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ വീക്ക്ലി ബേസിൽ നോക്കുക. വീക്ക്ലി ബേസിൽ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ടുഡേ എന്ന് കണ്ട ഈ ഒരു ബട്ടൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ട് ദിസ് വീക്ക് എന്ന് കൊടുക്കുക ആൻഡ് അപ്ലൈ സെറ്റിംഗ്സ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളറുമാണ്. ആൻഡ് ഇനി വരാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ റെഡ് കളർ ന്യൂസ് നമ്മൾ 3 തരാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇമ്പാക്ട്, ദെൻ മീഡിയം ഇമ്പാക്ട്, ദെൻ ലോ ഇമ്പാക്ട്. സോ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അതിന്റെ മുന്നേറ്റ് നമുക്ക് വേറൊരു കാര്യം നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ISM സർവീസ് PMI എന്നീ ഒരു ന്യൂസ് കണ്ടോ, ഈ ഒരു ന്യൂസ് നിങ്ങൾ വരുന്നത് കണ്ടോ, ഈ ഒരു USD കറൻസി ബേസിലാണ്, അല്ലെങ്കിൽ US രാജ്യത്തിനാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ന്യൂസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കറൻസി ബേസിൽ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെ ബേസിലായിരിക്കും. സിംപ്ലി രാജ്യത്തിന്റെ ബേസിലായിരിക്കും. നമ്മുടെ GBP എന്ന് പറഞ്ഞാൽ ഏതാ, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് അഥവാ ബ്രിട്ടൻ രാജ്യം അല്ലെങ്കിൽ ഇംഗ്ലണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിന്റെ ബേസിലായിരിക്കും ഈ ഒരു റെഡ് ഇമ്പാക്ട് ന്യൂസ് വരിക. അത് നിങ്ങൾ മൈൻഡിൽ നിങ്ങൾ വെക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഏതൊക്കെയാണ് ഈ ഒരു മേജർ ഇമ്പാക്ട്, അതുപോലെ തന്നെ മീഡിയം ഇമ്പാക്ട്, ലോ ഇമ്പാക്ട് എന്നീ ലെവലിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ചില ഭാഗത്ത് നമ്മൾ നോട്ട് റെയ്ഡ് ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ടൈമും അവൈലബിൾ ആണ്. ഓക്കെ, ഓരോ ഡേയിലും നമുക്ക് ഏതൊക്കെ ന്യൂസ് എപ്പോൾ വരും, അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് ഏത് കറൻസിയാണ് അഫക്ട് ചെയ്യണത് അല്ലെങ്കിൽ ഏത് രാജ്യത്തിനാണ് അഫക്ട് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഒരു മേജർ ഇമ്പാക്ട്, അത് മീഡിയം ഇമ്പാക്ട്, ലോ ഇമ്പാക്ട് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന മേജർ ഇമ്പാക്ട് ന്യൂസ് പറഞ്ഞാൽ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോറക്സ് ഫാക്ടറിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബേസിലുള്ള കറൻസി ട്രേഡിങ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഡേയും അതുപോലെ തന്നെ പ്രീവിയസ് സെക്ഷനും നിങ്ങൾ നോട്ട് ട്രേഡ് ആക്കണം. അതുപോലെ തന്നെ ഏത് സെക്ഷനിലാണോ ഈ ഒരു ന്യൂസ് വരുന്നത് ആഫ്റ്റർ ദ ന്യൂസ് ഇമ്പാക്ട് പോയതിനു ശേഷം മാത്രം ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫോംസി മീറ്റിംഗ്സ് വന്നു കഴിഞ്ഞാലും സെയിം, പക്ഷെ പ്രീവിയസ് ഡേ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് സെക്ഷനും അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ ആഫ്റ്റർ ന്യൂസ് ഇമ്പാക്ട് പോയതിനു ശേഷം ട്രേഡ് ചെയ്യാം. ഇനി ഇതിലുള്ള എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോംസി മീറ്റിംഗ് മിനിറ്റ്സ് കൊടുത്തില്ലേ, ഫോംസി മീറ്റിംഗ് മിനിറ്റ്സ് അല്ലാത്ത ബാക്കി എല്ലാ ന്യൂസും ആണ് മേജർ ഇമ്പാക്ട്, ഫോംസി മീറ്റിംഗ് മിനിറ്റ്സ് മീഡിയം ഇമ്പാക്ട് ആണ്. ഓക്കെ, ദെൻ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI സെയിം, നമ്മളെ ഫോംസി മീറ്റിംഗ് മിനിറ്റ്സ് പോലെ തന്നെ, ഫോംസി മീറ്റിംഗ്സ് പോലെ തന്നെ, ആൻഡ് GDP സെയിം, ആൻഡ് ഫെഡറൽ മീറ്റിംഗ്സും സെയിം.
അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ NFP അല്ലാതെ ബാക്കിയൊക്കെ എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് സെക്ഷനും അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ ആഫ്റ്റർ ന്യൂസിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാം. ദെൻ GDPക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്. GDP GPP പെയറിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ GPP കറൻസിക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളെ GDP ഒരു സാധാ USDക്ക് അല്ലെങ്കിൽ യൂറോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടാവും, പക്ഷെ GPPന്റെ അത്ര ഉണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, GDP പറഞ്ഞ ന്യൂസ് നമ്മളെ GPPയിൽ വന്നു കഴിഞ്ഞാൽ GPP നമ്മൾ ഇതിൽ കാണിക്കുകയാണ്, നമ്മളെ ഫോറക്സ് ഫാക്ടറിയിൽ കാണിക്കുകയാണ് എങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ളതിന് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു എഫക്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ ഇവിടെ എസ്പെഷ്യലി ഫോർ GPP തന്നെ എഴുതി വെക്കുക. ബാക്കിയുള്ള ഒരു PPI, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ്, ഫോം സി മീറ്റിംഗ് മിനിറ്റ്സ്, ഇതൊക്കെയാണ് നമ്മളെ മീഡിയം ഇമ്പാക്റ്റ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഈ ഒരു ന്യൂസിന് മുമ്പായിട്ടുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, പക്ഷേ A++ സെറ്റപ്പ് മാത്രം. അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ പ്രീവിയസ് സെക്ഷനിലാതെ ഏത് സെക്ഷനിലാണോ ആ ഒരു ന്യൂസ് ഉള്ളത് ആ ഒരു സെക്ഷനിൽ ആഫ്റ്റർ ദ ഇമ്പാക്റ്റ് മാത്രം ട്രേഡ് ചെയ്യാം. സിംപ്ലി അതോടെ അത് കഴിഞ്ഞു. ഇനി ഈ ഒരു ന്യൂസ് അല്ലാത്ത ബാക്കി എല്ലാ ന്യൂസും ലോ ഇമ്പാക്റ്റ് ആണ്. അപ്പൊ അതിനെങ്ങനെ ഡീൽ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ലൊരു പ്രോപ്പർ ബയാസ് ആൻഡ് ഡയറക്ഷൻ നിങ്ങളെ എൻട്രിയിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ആ ഒരു എൻട്രി നിങ്ങളുടെ ഡയറക്ഷനിലോട്ടാണ് പോവാറ്. സോ നിങ്ങൾക്ക് ന്യൂസിന്റെ സമയത്ത് ട്രേഡ് എടുക്കാം, പക്ഷെ നിങ്ങൾക്ക് ഫേംസിലും കാര്യങ്ങളും അത് അലൗഡ് ആണോ നോക്കണം. ചില ഫേംസിലൊന്നും ഈ ന്യൂസ് ട്രേഡിങ് അലൗഡ് അല്ല. സോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫേംസിലും കാര്യങ്ങളും അലൗഡ് ആണോ നോക്കണം. ബ്രോക്കറിൽ അലൗഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. സോ ലോ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, സോ ആ ഒരു ലോ ഇമ്പാക്റ്റിന് ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള ന്യൂസ് നിങ്ങൾ എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കണം. സോ ഇതോടുകൂടി നമ്മൾ ആ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് കഴിഞ്ഞു. ആൻഡ് ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഫോറക്സ് ഫാക്ടറി ഓരോ ദിവസം ഏതൊക്കെ സമയത്ത് ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ ISM സർവീസ് PMI, അതുപോലെ തന്നെ നമ്മളെ ആവറേജ് ഹവർലി ഏർണിങ്സ് MM, ഈ ന്യൂസസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്കറ്റിൽ വന്ന പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ ഒരു വില്ലൻ അവിടെ കണ്ടെങ്കിൽ ഈ NFP അല്ലെങ്കിൽ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച്, അതൊരു മാർഗ വില്ലനാണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, അതും നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ്. സോ ഇതൊക്കെ വില്ലന്മാരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് സെക്ഷൻ ഒഴിവാക്കുക. അതുപോലെ തന്നെ NFP ഉണ്ട്. NFP ഉണ്ടാകാൻ എന്താക്കണം? നമ്മൾ ട്യൂസ്ഡേ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ആയിട്ടുള്ള ഈ ഒരു മെയ് 7-ാം തീയതി നമ്മൾ ഒഴിവാക്കണം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലാസ്റ്റ് വീക്ക് ആണത്. ലാസ്റ്റ് വീക്കിൽ മൺഡേ ന്യൂസ് ഇല്ല, ട്യൂസ്ഡേ ന്യൂസ് ഇല്ല. സോ ഒരു നോർമൽ വോളിംഗ് കിട്ടും മാർക്കറ്റിൽ. ദെൻ വെനസ്ഡേ വരുമ്പോൾ നമുക്ക് എന്താ 11:30 നമുക്ക് എന്തുണ്ട്? ഫെഡറൽ ഫണ്ട് റേറ്റ്, അതുപോലെ തന്നെ ഫോം സി സ്റ്റേറ്റ്മെന്റും ഉണ്ട്. സോ അതെന്താണ്? ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ്. അപ്പൊ ഇത് 11:30 രാത്രി. അപ്പൊ പ്രീവിയസ് സെക്ഷൻ ആയിട്ടുള്ള എന്ത് ചെയ്യണം? NY നമ്മൾ റിമൂവ് ചെയ്യണം. മീൻസ് ആ ഒരു സെക്ഷൻ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. ആഫ്റ്റർ ആ ഒരു 11 PM വേണമെങ്കിൽ നിങ്ങൾക്ക് ലണ്ടൻ ക്ലോസിൽ ട്രേഡ് ചെയ്യാം, പ്രശ്നമല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളെ ഏപ്രിൽ 30-ാം തീയതി അന്ന് തന്നെ രാവിലെ നമുക്ക് 12 മണിക്ക് നമുക്ക് ഇതുണ്ട്, ഫോംസിന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ട്. സോ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPPയിൽ നമുക്ക് ഈ ഒരു ന്യൂസ് ഒക്കെ കണ്ടോ? ഇതൊക്കെ ലോ ഇമ്പാക്റ്റ് ആണ്. സോ അതിന്റെ മുന്നായിട്ടുള്ള നമുക്ക് ഇത് 4:30 4:30 മുമ്പായിട്ടുള്ള എന്താ സെക്ഷൻ നമുക്കുള്ളത്? ലണ്ടൻ സെക്ഷൻ ഉണ്ട്. അപ്പൊ ലണ്ടൻ സെക്ഷൻ നമുക്ക് ട്രേഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. സോ ഇങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്രേഡിങ്ങിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യാം. സോ ഇതോടുകൂടി നിങ്ങളെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ട് കഴിഞ്ഞ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.